الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൽ, അതും അതിൻ്റെ അവസാന നാളുകളിൽ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. റമളാനിലെ ഏത് നല്ല അമലുകൾക്കും ധാരാളം പ്രതിഫലമുണ്ട് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ ഇരുത്തവും ഈ വിശ്രമവും, നമ്മുടെ ഈ സംഗമവും, അള്ളാഹുവിൻ്റെ ഭവനത്തിലെ ഈ മജ്ലിസും ഒക്കെ നാളെ അള്ളാഹുവിൻ്റെ തുലാസിൽ, മീസാനിൽ നമുക്ക് കനം തൂങ്ങുന്ന അമലുകളായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ നമുക്കിടയിലേക്ക് അതിഥിയായി വന്ന് നമ്മളിൽ നിന്ന് വിട പറയാൻ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നമ്മളിലേക്ക് വന്ന ഒരു അതിഥി എന്ന നിലക്ക് ആ അതിഥിയോട് ഏത് വിധത്തിൽ ഏറ്റവും നന്നായിട്ട് സൽക്കരിക്കാൻ നമുക്ക് സാധിച്ചു എന്നൊരു വിലയിരുത്തലാണ് ആദ്യത്തിൽ നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി കടന്നു വരുമ്പം അതിഥിയോടുള്ള ഒരു മര്യാദയുണ്ട്. ആതിഥ്യ മര്യാദ എല്ലാവരും പാലിച്ചു പോരുന്ന ഒന്നാണ്. ഏറ്റവും നല്ല രൂപത്തിൽ വന്നു കയറിയ അതിഥിക്ക് മതിപ്പുണ്ടാകുന്ന വിധത്തിൽ നന്നായിട്ട് സേവിക്കാനും പരിഗണിക്കുവാനും പരിചരിക്കുവാനുമൊക്കെ അതിഥിയോട് നാം ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്, എന്താ റമളാൻ നമ്മളിലേക്ക് വന്നണയുന്നു, റമളാനിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യമൊക്കെ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും സ്പർശിച്ച ഒരു അതിഥി എന്ന നിലക്ക്, സ്വാധീനം ചെലുത്തിയ ഒരു അതിഥി എന്ന നിലക്ക്, റമളാൻ ഈ വിട പറയുന്ന ഈ നിമിഷത്തിൽ നമുക്ക് എങ്ങനെയാണ് ആ റമളാനിനെ യാത്ര അയക്കാൻ കഴിയുക എന്നുള്ളതും വളരെ പ്രസക്തമാണ്. ചില ആളുകളുണ്ടാവും, അവരുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ആളുകൾ, ജീവിതത്തിൽ അവർക്ക് ഇഷ്ടം തോന്നുന്ന ആളുകൾ, ജീവിതത്തിൽ നന്നായിട്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വിട പറയാൻ തീരുമാനിച്ചാൽ, ഒന്നില്ലെങ്കിൽ മരണപ്പെട്ടു പോകുക, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അകന്നിരിക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വല്ലാതെ വിഷമിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വിട്ടകന്നു പോയി കഴിഞ്ഞാൽ അത് സഹിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും.
പല ജീവിതത്തിന്റെ പല നന്മകൾ കൊണ്ടുവന്ന ആളുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള ആളുകള് ചിലപ്പം ഒന്ന് അകന്ന് നിന്ന് കഴിഞ്ഞാൽ അതും തന്നെ വല്ലാതെ വിഷമിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഇതുപോലെയാണ് റമളാൻ എന്ന് പറയുന്നത്. കരിച്ചു കളഞ്ഞു, അതിഥിയായി വന്ന് നമ്മളെല്ലാവരെയും പിടിച്ചു കുലുക്കി കളഞ്ഞു. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മസ്തിഷ്കത്തിലും നമ്മുടെ ഞരമ്പുകളിലും ചിന്തകളിലും ആലോചനകളിലും മുഴുവൻ കടന്നു വന്ന അതിഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. എത്രയോ സമയം നമ്മൾ ചെലവഴിച്ചു. എന്തെല്ലാം ഈ സമയത്ത് വന്നു കയറിയ അതിഥിയുമായി കൊണ്ട് നമ്മൾ ഇടപഴകി. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇപ്പൊ രാവ് ഈ അതിഥിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ ഉറക്കം ഒഴിവാക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ദിക്ർ ദുആയിൽ ഏർപ്പെടുന്നത്. പകല് നമ്മളിപ്പോ ഈ പള്ളിയിൽ തന്നെ മസ്ജിദിൽ തന്നെ നമ്മൾ ഇരിക്കുന്നു. റമളാൻ അല്ലെങ്കിൽ നമ്മളെ കിട്ടും അങ്ങനെ ഇരിക്കാൻ? പുറത്ത് നല്ല ചൂട്, ഉച്ചന്റെ ഒരു നേരം, കുറച്ചു നേരം എല്ലാവരും റമളാൻ അല്ലാത്തൊരു സമയത്ത് ഇതുപോലെ ഒരു പ്രസംഗം കേൾക്കാൻ, പ്രഭാഷണം കേൾക്കാൻ ഇവിടെ വന്നിരിക്കണം എന്ന് അനൗൺസ് ചെയ്താൽ ആരും ഇരിക്കൂല. കാരണം എന്താ വെച്ചാൽ അതിന് പറ്റുന്ന ഒരു സമയമല്ല യഥാർത്ഥത്തിൽ ളുഹ്ർ. പക്ഷെ റമളാൻ അത് നമ്മളിലേക്ക് വന്ന ഒരു അതിഥിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനോടുള്ള ഒരു ആദരവ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ റമളാൻ നമ്മളിൽ നിന്ന് അങ്ങോട്ട് വിട പറയാൻ പോവുകയാണ്. ഇതിന് കുറച്ച് മുമ്പ് നമ്മുടെ ദിവസമുണ്ട്. ഒരു 4-5 നോമ്പും കൂടി നമ്മളെ മുമ്പിൽ നമുക്ക് ബാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വ്യക്തിപരമായിട്ട് കുറച്ചു നേരം ഇരിക്കുക. എന്നിട്ട് നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുക. ശഅബാന് 30-ൽ നിന്ന് റമളാൻ 1-ലേക്ക് നമ്മളങ്ങോട്ട് കയറി. ഇപ്പൊ ഏകദേശം ഒരു 10-25 ദിവസങ്ങൾ നമ്മളങ്ങോട്ട് കടന്നു വന്നല്ലോ. എങ്ങനെയായിരുന്നു ഞാൻ? എങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം? എന്താ റമളാനിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മള് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാനും ചില സമയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ ആലോചിച്ചു എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്. ഞാൻ പറയുന്നു, നമുക്ക് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ റമളാൻ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും റമളാൻ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിച്ചു. കാരണം വല്ലാതെ നമ്മുടെ ജീവിതത്തെ അതൊരു സ്വാധീനം ചെലുത്തി. ചില ആളുകളെ എങ്ങനെ സ്വാധീനം ചെലുത്തിയെന്ന് ചോദിച്ചാൽ, ചില ആളുകൾക്ക് അവരെ കുറിച്ച് തന്നെ അറിയാം കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കുറച്ച് പ്രശ്നങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഹൃദയാന്തരത്തിലേക്ക് റമളാനായിട്ട് കടത്തിയിട്ടപ്പോ അതാണല്ലോ, അതൊരു വെളിച്ചാണ് റമളാൻ. അതൊരു പ്രകാശമാണ്. അതിൻ്റെ ഈ ലെൻസിന്റെ ഹൃദയാന്തരത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കടത്തി വിട്ടപ്പോഴാണ് ആ ഹൃദയത്തേക്ക് ഒന്ന് അങ്ങോട്ട് കലക്കിയെടുത്ത് മറിച്ചിട്ട് അതിനൊക്കെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ട് ചുറ്റും മടക്കി അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ മുഴുവൻ പുറത്തിട്ട് ഇപ്പൊ എൻ്റെ ഹൃദയം അങ്ങനെ വെട്ടിത്തളഞ്ഞു. ഇവരാഗ്രഹിക്കുന്നുണ്ട് ഇത് ഇന്നും നാളെ ഒന്നും തീരരുത്, ജീവിതാവസാനം വരെ ഉണ്ടാവണം, ജീവിതാവസാനം വരെ ഉണ്ടാവണം. മഹാനായ യൂസുഫുൽ ഖർളാവി പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും റമളാനെയാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ റമളാൻ കഴിഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും റമളാന്റെ റബ്ബിനെയാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്, ആ റബ്ബ് എന്നെന്നും ജീവിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. റമളാൻ കഴിയും. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താ? റമളാനിൽ നിന്ന് വിടവാങ്ങുന്ന സമയത്ത് അള്ളാഹിനെ സാക്ഷിത്വം കൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഞാൻ എന്തൊക്കെയോ ചിലത് റമളാനിലൂടെ നേടിയിട്ട്, ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കും റമളാന്റെ പ്രചോദനം ഉണ്ടാവുക. ചില ആളുകളുടെ സ്വഭാവത്തെ നന്നായിട്ട് ഈ റമളാൻ തന്നെ മാറ്റിയെടുത്തിട്ടുണ്ടാവും. പെട്ടെന്ന് ചൂടാകുന്നൊരു പ്രകൃതം ഉണ്ടാവും, ദേഷ്യം പിടിക്കുന്നൊരു പ്രകൃതം, എന്തിനേതിനും കുറ്റം കണ്ടെത്തുന്നൊരു പ്രകൃതം. പക്ഷെ റമളാൻ എന്നെ മാറ്റിയെടുത്തു. എന്റെ ധാർമ്മിക ജീവിതത്തിൽ ചിലപ്പോ കണ്ട് കാഴ്ചയെ പിടിച്ചു നിർത്താൻ ഞാൻ കുറച്ച് പെടാപാട് വെട്ടി. റോട്ടിൽ കണ്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നിന്റെ കാഴ്ചയെ പിടിച്ചു നിർത്തുന്നിടത്ത് എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാകുമ്പോൾ ഞാൻ കേൾക്കുന്നത്, പക്ഷെ റമളാൻ
എനിക്കതിനെ കൺട്രോൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. വിജയിച്ചിട്ടുണ്ട്. ഞാൻ പരാജിതനായ ഒരു നോമ്പുകാരനല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, ഞാൻ പറയുന്നു, വിട പറയാൻ പോകുന്ന ഒരു അതിഥിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സൽക്കാരം. ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് വന്ന അതിഥി യാത്ര ചോദിക്കുന്ന സമയത്ത് ആ യാത്ര അയപ്പ് നമ്മൾ കൊടുക്കും. അയാൾക്കൊരു യാത്ര അയപ്പ് നമ്മൾ കൊടുക്കും. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് യാത്ര അയക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വന്നത് വലിയ സന്തോഷമായി, ജീവിതത്തിൽ വലിയ പ്രചോദനം ഉണ്ടായി. ഇതൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ വന്നു കയറിയ അതിഥിയെ യാത്ര അയക്കുക എന്നതുപോലെ യാത്ര അയക്കാം. നമുക്ക് വന്നു കയറിയ അതിഥിയെ, നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് വലിയ മെച്ചായി, അനുഗ്രഹമായി, എനിക്ക് ഇപ്പോൾ നിങ്ങളൊരു യാത്ര പറയാൻ കഴിയുന്നില്ല എന്ന രൂപത്തിലേക്ക് അതിലുള്ളൊരു വേദന. സ്വഹാബികളിൽ പല ആളുകളും, മുഫസ്സിർ മുൻഗാമികളായ പല ആളുകളും റമളാനിൽ നിന്ന് വിടവാങ്ങുമ്പോൾ പെരുന്നാളിന്റെ ദിവസം പരസ്പരം സ്വഹാബികളെ പരസ്പരം കാണുമ്പോൾ അവർ കെട്ടിപ്പിടിച്ചിട്ട് കരയുമായിരുന്നു. കാരണം അവർക്കറിയില്ല ജീവിതത്തിന്റെ അവസാനത്തെ റമളാനായിരിക്കും. അടുത്തൊരു റമളാനിൽ നമ്മൾ ആയുസ്സുണ്ടാകുമോ എന്ന് പറയാൻ നമുക്ക് ആർക്കും കഴിയില്ല. അപ്പൊ അവർ പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് അവർ പ്രാർത്ഥിക്കുന്ന, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നമ്മളിൽ നിന്ന് പടച്ചോൻ സ്വീകരിക്കട്ടെ, നമ്മളിൽ നിന്ന് പടച്ചോൻ സ്വീകരിക്കട്ടെ എന്ന് അവര് ആലിംഗനം ചെയ്തിട്ട് പ്രാർത്ഥിക്കും എന്ന് മുൻഗാമികളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് നമ്മുടെ നല്ലൊരു ഗുണമാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമുക്കറിയാൻ പറ്റും, ഇപ്പോ നമ്മൾ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനം അള്ളാഹ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് എല്ലാ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും നമുക്കറിയാൻ പറ്റും, എൻ്റെ ജീവിതത്തിന്റെ നിർണായകമായ അവശ്യ വസ്തുക്കൾ പോലും എൻ്റെ ജീവിതത്തിൽ, ഒരാളുടെ ജീവിതത്തിന് വേണ്ട അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ ഭക്ഷണം, വെള്ളം എന്ന് പറയുന്നത്. ഒരാളുടെ ജീവിതത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ തന്നെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വേണ്ടാന്ന് വെക്കാൻ നമുക്ക് കഴിയും എന്ന് നമ്മൾ തെളിയിച്ചു. ഇനി എന്താ ഇതിനേക്കാൾ അപ്പുറം എൻ്റെ ജീവിതത്തിൽ ഇനി എന്താ ഉള്ളത്? എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് വെക്കാനും വെള്ളം വേണ്ടാന്ന് വെക്കാനും അള്ളാഹ് ഇതില്ലാഞ്ഞിട്ടല്ലല്ലോ. എല്ലാ സൗകര്യം എനിക്കുണ്ട് ചുറ്റിലും. വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ഭക്ഷണം പാകം ചെയ്യാനും വിളമ്പി കിട്ടുന്നിടത്തുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു, ഇനി ഇതിനേക്കാൾ വലുതിന്റെ ജീവിതത്തിൽ എന്ത് വന്നാലും എന്താ. അപ്പൊ ഒരു പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാ. നമുക്കറിയില്ല, ഈ റമളാന്റെ ഒരു അനുകൂലമായ അന്തരീക്ഷത്തിൽ ചിലപ്പോൾ നമുക്ക് ധാരാളം നന്മകൾ, റമളാന്റെ ഒരു കാറ്റടിച്ചാൽ തന്നെ പരിസരം ചുറ്റുപാടൊക്കെ ഒരു റമളാന്റെ ഒരു അന്തരീക്ഷം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ റമളാനിന്റെ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ അങ്ങനെ ജീവിക്കും. ഒരു യന്ത്രം കണക്കെ തന്നെ നേരത്തെ നമ്മൾ എണീക്കുന്നു, അത്തായം കഴിക്കുന്നു, സുബഹിക്ക് പള്ളിക്ക് പോകുന്നു, ഖിയാമുൽ ലൈൽ തറാവീഹിൽ നമ്മൾ പങ്കെടുക്കുന്നു. ഇപ്പൊ റമളാനിന്റെ ഒരു അന്തരീക്ഷം മറ്റും നമ്മുടെ ചുറ്റിലുള്ളത് കൊണ്ട് നമ്മളും അറിയാതെ തന്നെ അതിന്റെ ഭാഗമായിട്ട് മാറും, ഒരു അനുകൂല അന്തരീക്ഷം. ഇനി നമ്മൾ തീരുമാനിക്കുകയാണ്, ഇനി നമ്മൾ റമളാൻ കഴിയുന്നതോടുകൂടി ഈ അന്തരീക്ഷം മാറും. പക്ഷെ വ്യക്തി മാറാൻ പറ്റും, നമ്മൾ മാറാൻ പറ്റില്ലല്ലോ. ഈ അനുകൂല അന്തരീക്ഷത്തിൽ ഞാൻ എങ്ങനെയായിരുന്നോ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചിരുന്നത്, ജീവിതത്തിൽ ഭക്തനായിരുന്നത്, ജീവിതത്തിൽ മനുഷ്യത്വം പ്രകടിപ്പിച്ചിരുന്നത്, ഇത് തന്നെയായിരിക്കും അനുകൂലമല്ലാത്തൊരു അന്തരീക്ഷത്തിലും എൻ്റെ ജീവിതത്തിന്റെ പോളിസി എന്ന് പറയുന്നത്. എല്ലാവരും കിടന്നിറങ്ങുന്ന നേരം സുബഹി, ആരും എഴുന്നേൽക്കുന്നൊന്നുമില്ല. വീട്ടിൽ അങ്ങനെ എഴുന്നേൽക്കുന്ന ശീലമൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ എഴുന്നേൽക്കുന്നൊരു ശീലം. അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നമുക്ക് അനുകൂലമല്ലാത്തൊരവസ്ഥ ചുറ്റിലുണ്ടാവും. ഒരു മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഒക്കെ ബാങ്ക് കേൾക്കുമ്പോൾ, അസറിന്റെ ഒക്കെ ബാങ്ക് കേൾക്കുമ്പോൾ റമളാന്റെ സമയത്ത് നമുക്കറിയാൻ പറ്റും, ചിലപ്പോൾ ഷട്ടറുകൾ താഴും. നമ്മൾ പോകുന്ന യാത്രയിൽ ഇടയ്ക്കിൽ എവിടെയെങ്കിലും പള്ളിക്ക് അസാനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തെ സെറ്റ് ചെയ്യും. നഷ്ടപ്പെടാതിരിക്കാൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ റമളാൻ കഴിഞ്ഞ ഇങ്ങനത്തെ ഒരു അനുകൂല അന്തരീക്ഷം ചിലപ്പോൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാവില്ല. പക്ഷേ വ്യക്തി എന്ന നിലക്ക് നമ്മൾ തീരുമാനിക്കും, ഇത് നഷ്ടപ്പെടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വലാ തകൂനു കല്ലത്തി നഖലത് അസ്ലഹ മിൻ ബഅദി ഖുവത്തിൻ അൻകാസ. സൂറത്തുൻ നഹ്ലിലെ 92ാമത്തെ സൂക്തത്തിൽ ഖുർആൻ അതിമനോഹരമായ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്.
വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി, നമുക്കറിയാം സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ തഖ്വ, അങ്ങനെ വളരെ തഖ്വയോടുകൂടി, ഭക്തിയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, ജാഗ്രതയോടുകൂടിയിട്ട് നൂല് നോറ്റ ശേഷം നമ്മളെ ഒരു കുപ്പായം അണിയാൻ, എന്തെങ്കിലും വസ്ത്രം അണിയാൻ വേണ്ടിയിട്ട് ആ നൂല് നോറ്റത് ശേഷം വലാ തകൂനു കല്ലത്തി അനഖലത് അസ്ലഹ മിൻ ബഅദി ഖുവത്തിൻ അൻകാസൻ, അങ്ങനെ ആ നൂലൊക്കെ നോറ്റ് അതൊക്കെ പൂർത്തിയായതിനു ശേഷം അത് പൊട്ടിച്ച് കളഞ്ഞവളെ പോലെ നീ ഒരിക്കലും ആവരുത്. എല്ലാം വളരെ വൃത്തിയിലും ഏറ്റവും മനോഹരമായിട്ട് നൂലൊക്കെ നെയ്തതിന് ശേഷം അത് പിന്നീട് കീറിപ്പറിച്ച് കത്രിക കൊണ്ട് വെട്ടിച്ചെറുതാക്കി അത് ഒഴിവാക്കി, അങ്ങനത്തെ ഒരു പെണ്ണിന്റെ ശീലം ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയാണ്, അതുപോലെ ഒരിക്കലും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളാവാൻ പാടില്ല. ഈ പറഞ്ഞത് വളരെ കൃത്യമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകുന്നേരം ഒറ്റ വെള്ളം കോരി സൂക്ഷിച്ചു വെച്ച ടാങ്ക് മുഴുവൻ വൈകുന്നേരത്തോടു കൂടി നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് പൊട്ടിച്ച് വെള്ളമൊക്കെ ഒഴുക്കി വിടുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ ആകുന്നതിന് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം നിന്റെ മുമ്പിലുള്ളത് അനുകൂലമായൊരു സാഹചര്യം എല്ലാം മുമ്പിലുണ്ടാവും. ഇപ്പത്തെ ഒരു അനുകൂല സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അനുകൂലമല്ലൊരു സാഹചര്യം ഉണ്ടാവും. ഖുർആൻ സൂചിപ്പിച്ചതുപോലെ അൽഹാകുമുത് തകാസുർ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നമുക്കറിയാൻ പറ്റുമല്ലോ, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടത്തെ ഈ പെരുമ നടിക്കല്, ഇവിടത്തെ ഈ തകാസുർ, ഞാനാണ് വലുത് എന്നുള്ള ബോധം, എനിക്കാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള ബോധം, ആ ബോധം ചിലപ്പോൾ നിങ്ങളെ പലതിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധാക്കി കളയും, പലതിൽ നിന്ന് നിങ്ങൾ അകറ്റിക്കളയും. ഹത്താ സുർതുമുൽ മഖാബിർ. പിന്നെ നിങ്ങൾ തിരിച്ചുവരവ് എപ്പോഴാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഖബർ സന്ദർശിക്കുന്ന ആ സമയത്താണ് തിരിച്ചുവരും. അപ്പോൾ നിങ്ങൾക്ക് ബോധം ഉണ്ടാവുമെന്നർത്ഥം. നിങ്ങൾ ഖബറിലേക്ക് എത്തുമ്പോഴാണ് പിന്നെ അതിനെ കുറിച്ചിട്ട് തിരിച്ചു വരിക. അല്ലെങ്കിൽ ഖബറിലേക്ക് എത്തുന്നതിന്റെ ഒരു സമയം ഉണ്ടാവുമല്ലോ, ഏകദേശം എല്ലാം തീർന്ന് ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, ഇനിയിപ്പോ മരണം മാത്രമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു അസ്തമയ സമയത്ത് പിന്നെ നിങ്ങൾ തിരിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളെ ലഹവിലേക്ക് തള്ളിവിടുന്നത് പലതും യഥാർത്ഥത്തിൽ നിങ്ങളെ പിടികൂടാനുണ്ട്. ഒരുപക്ഷെ റമദാനിന്റെ ഒരു സമയങ്ങളാണ് അങ്ങനത്തെ ഒരു അനുകൂല അന്തരീക്ഷം ഉണ്ടായതുകൊണ്ട് അതുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വഹിനുള്ള ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. നല്ല ജാഗ്രതയും നല്ല ശ്രദ്ധയും. ഏറ്റവും വലിയ പോരാട്ടം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഇപ്പൊ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ, ഏറ്റവും വലിയ ഒരു ദീനീ പ്രവർത്തനമാണ് യുദ്ധത്തിൽ ഇടപെടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ യുദ്ധത്തിന്റെ ഒരു പടയണിയിൽ അണിചേരാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പരിഗണിക്കണം എന്ന് വിചാരിച്ചിട്ട് റസൂൽ ഇങ്ങനെ ആരൊക്കെയാണ് യുദ്ധത്തിന് ഏറ്റവും നന്നാവുക, യോജിച്ച ആളുകൾ എന്നിങ്ങനെ റസൂൽ നോക്കുമ്പോഴാണ് പൽസ് നീളല്ലാത്ത ആളുകളും എന്നെ പറ്റണം, എന്നെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കാലിന്റെ ഊറ്റിലൊക്കെ ഊന്നി നിന്നുകൊണ്ട് ഇങ്ങനെ റസൂലിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ ആഗ്രഹം എന്താ? യുദ്ധത്തിൽ. അതാണ് ഏറ്റവും വലുത്. യുദ്ധത്തിലേക്കുള്ള വിളി മണിയറയിൽ നിന്ന് പോലും യുദ്ധത്തിന്റെ ഭൂമിയിലേക്ക്, ജിഹാദിലേക്ക്, ദീനീ പ്രവർത്തനത്തിലേക്ക് ഓടിപ്പോയിട്ടുള്ള ആളുകൾ. ഇതാണ് ഏറ്റവും വലിയ പ്രവർത്തനം. അപ്പൊ ഈ പ്രവർത്തനത്തില് ഇങ്ങനത്തെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് റസൂൽ ഇങ്ങനെ മടങ്ങി വരിക. അപ്പൊ റസൂൽ മടങ്ങി വരുന്ന സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞ്, നമ്മളൊരു ചെറിയ യുദ്ധം കഴിഞ്ഞ് ഇനി വലിയ യുദ്ധത്തിലേക്ക് പോവാണ് കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ സ്വഹാബികൾ ചോദിച്ച, അള്ളാന്റെ റസൂലെ, ഇതിനേക്കാൾ വലിയൊരു യുദ്ധം, ഞങ്ങളിപ്പോ നടത്തിയ യുദ്ധമല്ലേ ഏറ്റവും വലിയ യുദ്ധം? അല്ല, നിങ്ങളിപ്പോ നടത്തിയത് ചെറുതാണ്, നിങ്ങൾ ഇതിനേക്കാൾ വലിയൊരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അപ്പൊ അതേതാ യുദ്ധം? ആ യുദ്ധം എന്ന് പറയുന്നത് ജിഹാദുൻ നഫ്സ്, സ്വന്തം നഫ്സിനോടുള്ള യുദ്ധം, സ്വന്തം നഫ്സിനോടുള്ള യുദ്ധമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, തോറ്റുപോകുന്നത് അവിടെയാ ചിലപ്പോൾ. സ്വന്തം താല്പര്യങ്ങളോടുള്ള യുദ്ധം, അഭിലാഷങ്ങളോടുള്ള യുദ്ധം, ഇച്ഛകളോടുള്ള യുദ്ധം. ഖുർആൻ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾ ആരെയാ പടച്ചോനാക്കിയത്? നിങ്ങൾ ആരെയാ അനുസരിക്കുന്നത്? നിങ്ങൾ ആരെയാ വഴി നടക്കുന്നത്? നിങ്ങളുടെ ഇച്ഛയാണോ, താല്പര്യങ്ങളെയാണോ? എല്ലാ ഇച്ഛകളിൽ നിന്നും,
എല്ലാ താല്പര്യങ്ങളിൽ നിന്നും, എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും, അഭിലാഷങ്ങളിൽ നിന്നും സ്വന്തം മനസ്സിന് അള്ളാഹുവിന്റെ വഴിയിൽ വഴി നടത്തിയത് അവരാണ് വിജയിക്കുക. എന്നിട്ട് ഈ ഇത് കാണിച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഈ ജിഹാദുൻ നഫ്സിലേക്കാണ് ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു യുദ്ധമായിട്ട് പ്രഖ്യാപിച്ച ജിഹാദുൻ നഫ്സ്. റമദാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ പ്രവേശിക്കും, പരാജയപ്പെടാൻ പാടില്ല. നമുക്ക് വെളിച്ചായിട്ട് മാറണം പരിശുദ്ധ റമദാൻ. ഇപ്പൊ നിങ്ങളെന്നെ ആലോചിച്ച് നോക്കി, നമുക്ക് റമദാനിൽ നമ്മൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കാണിച്ചൊരു ശ്രദ്ധ എത്ര. ചില ആളുകളുടെ സംസാരം തമാശക്ക് പോലും പറയലുണ്ട്, റമദാൻ കഴിഞ്ഞിട്ട് വേണം ഓനോട് 2 വർത്താനം പറയാം, റമദാൻ ആയതുകൊണ്ട് മിണ്ടാതിരിക്കുക. പക്ഷെ അങ്ങനെയല്ല, റമദാൻ നമ്മളെ മാറ്റിയിട്ടില്ലേ. ഞാൻ പറയുന്നത് വെച്ചാൽ ഇനി നമുക്ക് 4-5 നോമ്പ് നമുക്കുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇതുപോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മിമ്പറിൽ കയറുകയാണ്, സംസാരിക്കാൻ വേണ്ടിയിട്ട് മിമ്പറിൽ കയറുക. നമ്മൾ കേട്ട ഒരു സംഭവം. ഇപ്പം മിമ്പറിൽ കയറിയ സമയത്തുണ്ട് അള്ളാഹിൻ്റെ റസൂലുണ്ട് ഉറക്കെ ആമീൻ എന്ന് പറയുക. സാധാരണഗതിയിൽ സ്വഹാബികൾക്ക് അത് പരിചയമല്ല. റസൂല് പ്രാർത്ഥിക്കും, സഹാബികൾ ആമീൻ എന്ന് പറയും, അങ്ങനെയാണ്. പക്ഷെ ഇത് നേരെ തിരിച്ചിട്ട് അള്ളാഹിന്റെ റസൂൽ ആമീൻ എന്ന് പറയാണ്. അപ്പൊ അവിടുന്ന് സ്വഹാബികൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്താ പതിവില്ലാത്തതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറയണം. അപ്പൊ ആ റസൂൽ അവിടുന്ന് വിശദീകരിച്ചു, 3 തവണ ഉച്ചത്തിൽ ആമീൻ എന്ന് പറഞ്ഞു. റസൂൽ പറയാ, ഞാൻ ഈ മിമ്പറിന്റെ 1ാമത്തെ പടി കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ആരാ പ്രാർത്ഥിക്കണത്? ജിബ്രീൽ അലൈഹിസ്സലാം. ആരാ ആമീൻ എന്ന് പറയുന്നത്? അള്ളാഹിന്റെ റസൂൽ ആമീൻ എന്ന് പറയാം. ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കാം. ഇപ്പൊ എന്താ പ്രാർത്ഥിച്ചത്? ആദ്യത്തെ പ്രാർത്ഥന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പം സ്വലാത്ത് ചെല്ലണം. അങ്ങനെ സ്വലാത്ത് ചെല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവര് ശപിക്കട്ടെ എന്നതാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. അവർ അകറ്റിക്കളയാണ്, അള്ളാഹിന്റെ ശ്രദ്ധയിൽ നിന്ന് അവരില്ലാതാവും. അത് പ്രാർത്ഥിച്ചപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ഇല്ല. ആ സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മൾ നാവിട്ട് അടിക്കലല്ല, ബഹളുണ്ടാക്കി പറയലല്ല. പേര് കേൾക്കുമ്പോൾ നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ഇല്ല. പക്ഷെ അതൊരു കണക്റ്റാണ്, റസൂലിനായിട്ടുള്ളൊരു കണക്ട്. ജീവിതത്തിന്റെ എല്ലാം റസൂലായിട്ടാണ് കണക്ട്. ഉണരുന്നത്, ഉറങ്ങുന്നത്, നടക്കുന്നത്, ഇരിക്കുന്നത്, തിന്നുന്നത്, എന്തൊക്കെ ജീവിതത്തിന്റെ ഉണ്ടോ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും, അതിന് രഹസ്യവും പരസ്യവും പൊതുവും ഭൗതികവും എല്ലാം റസൂലിനായിട്ട്. അതാണല്ലോ റസൂലിനോടുള്ള സ്വലാത്തിന്റെ. അല്ലാതെ വെറുതെ നമ്മൾ പേര് കേൾക്കുമ്പോൾ അങ്ങോട്ട് ഉറക്കങ്ങോട്ട് സ്വല്ലല്ലാഹ് എന്ന് പറയല്ല, ഹൃദയം കൊണ്ട് സ്വല്ലല്ലാഹ് ഇല്ല. അപ്പൊ ഈ സ്വല്ലല്ലാഹ് എന്നുണ്ട് നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് റസൂലിനോട് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പേര് കേട്ടിട്ട് സ്വലാത്ത് അല്ലാത്ത ആളുണ്ടെങ്കിൽ ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കൂട്ടർ ഒരാളുടെ സംരക്ഷണത്തിൽ വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. ഈ മാതാപിതാക്കൾ ഉണ്ടായിട്ടും അതുവഴി സ്വർഗം നേടിയെടുക്കാത്ത ആളുകൾ. ആലോചിച്ച് നോക്കണം നിങ്ങൾ, സ്വർഗത്തേക്കുള്ളൊരു പണി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ വീട്ടിലത്തെ അവസ്ഥ. അവിടെ പ്രായമുള്ള ഉമ്മയൊക്കെ ഉണ്ട്. റസൂൽ തിരിച്ചയച്ചിട്ട് പറഞ്ഞു, അതാണ് ഏറ്റവും വലിയ യുദ്ധം. യുദ്ധഭൂമിയിലല്ല, അവിടെ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീ നടത്തുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, അതാണ് യുദ്ധം. അതുകൊണ്ട് വീട്ടിൽ പോയിരിക്കും. ഇങ്ങനെ വാപ്പി ഇമ്മിയും കൂടെ ഉണ്ടായിട്ട് അവരിലൂടെ സ്വർഗം നേടിയെടുക്കാത്ത ആളുണ്ടെങ്കിൽ ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒരു കൂട്ടര് റമദാനിൽ ആയുസ്സുണ്ടായി, നോമ്പെടുക്കാനുള്ള എല്ലാ കഴിവും ഉണ്ടായി, അനുകൂല അന്തരീക്ഷം ഉണ്ടായി. എന്നിട്ടും റമദാനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താത്ത ആളുകളുണ്ട് എങ്കിൽ അവർ ശപിക്കട്ടെ. ഒരു ഗുണമല്ല അവര്. എന്ത് ചെയ്തിട്ട് ഞാൻ അവർക്ക് കാര്യമല്ല. അല്ലാഹ് അകറ്റട്ടെ അവരെ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ നിർഭാഗ്യവാന്മാരിൽ നമ്മൾ പെടും. നോമ്പെടുത്ത ആളുകൾ നമ്മൾ ആലോചിക്കുക, ഈ 24-25 നോമ്പിൽ നിൽക്കുന്ന നമ്മുടെ ഈ നേരത്ത് ഇനിയും 4-5 നോമ്പ് മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച് അള്ളാഹിന്റെ റസൂൽ ആമീൻ എന്ന് പറഞ്ഞു.
ഈ നിർഭാഗ്യവാന്മാരിൽ നമ്മൾ പെടും. നമ്മൾ ഉറച്ചു തീരുമാനിക്കണം. ഞാൻ പറയുന്നു, വിട പറയാനുള്ള ഒരു സമയത്ത് വന്നടഞ്ഞു ചേർന്ന അതിഥിയെ ഏറ്റവും മാന്യമര്യാദയിൽ അതിഥിയെ സ്വീകരിച്ചിരുത്തി. ഇനി യാത്ര പിരിക്കാൻ നേരത്ത് ആ അതിഥിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ ഇനിയും കാണാം. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരു വിരുന്നാരം വന്നിട്ട് ഒരു 2-3 ആഴ്ചക്കാലം നമ്മളെ വീട്ടിൽ നിന്ന് താമസിച്ചാലുള്ള ഒരു ബന്ധം എന്തായിരിക്കും? സദാസമയം അയാളെ എന്തൊക്കെയോ നന്മകൾ അയാൾ നമുക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ടാവും. അതന്നെയാണ് നമ്മളുള്ളത്. എല്ലാം മുറുകെ പിടിക്കാൻ. ഞാൻ പറയുന്നു, നമ്മളിപ്പോ ഖിയാമുൽ ലൈൽ കാല് കുഴയുന്നത് വരെ നമ്മൾ നിന്ന് നിസ്കരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. റസൂലിന്റെ ചില നമസ്കാരങ്ങൾ നമുക്കറിയാം. യാത്രന്റെ ഇടയിൽ ജമ്മു ഖസുറായിട്ടൊക്കെ റസൂൽ നിസ്കരിച്ചിട്ടുണ്ട്. റസൂൽ യാത്രക്കിടയിൽ ചിലപ്പം സുന്നത്തുകൾ, യാത്ര തിരക്ക് പിടിച്ച യാത്ര ആണെങ്കിൽ സുന്നത്തുകൾ റസൂൽ ചിലപ്പം ഫറള് മാത്രം അനുഷ്ഠിച്ച് സുന്നത്തുകൾ പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം തുടങ്ങി. പക്ഷെ 2 പ്രബലമായ സുന്നത്ത് എന്ത് തിരക്കുണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ ഒഴിവാക്കിയിട്ടില്ല. അതിൽ ഒന്ന് സുബഹ് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്താണ്. രണ്ടാമത്തത് ഖിയാമുൽ ലൈല. നമ്മൾ തറാവി എന്ന് പറയും, തഹജ്ജുദ് എന്ന് പറയും, വിത്ർ എന്ന് പറയും. രാത്രിയിലെ നമസ്കാരം ഇത് റസൂലിന്റെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടല്ല. 2 പ്രബലമായ സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാലത്ത് അത് നിർബന്ധാക്കി. റസൂൽ അത് നിർബന്ധാക്കി. ഖുർആൻ ആയത്ത് അവതരിക്കുന്ന കാരണം ഇത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ശക്തി ഉണ്ട്. നിങ്ങൾ ഏത് സമയത്തും എവിടെയും വീണു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഭൗതികമായിട്ട്, കാരണം ചുറ്റിലും നടക്കുന്നത് അതാണല്ലോ. അള്ളാന്റെ ഒരു കാവൽ നിങ്ങൾക്ക് ഉണ്ടാണെങ്കിൽ, നിങ്ങളുടെ ധാർമ്മിക ജീവിതത്തിൽ അള്ളാന്റെ ഒരു കാവൽ ഉണ്ടാണെങ്കിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഒരു കാവൽ ഉണ്ടാണെങ്കിൽ, നിങ്ങളുടെ സ്വഭാവ പെരുമാറ്റത്തിൽ അള്ളാന്റെ ഒരു കാവൽ ഉണ്ടാണെങ്കിൽ, നിങ്ങൾ നിർവഹിക്കുന്ന ഈ രാത്രിയിലെ നമസ്കാരം, ആ നമസ്കാരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു കാവല, ഒരു താങ്ങ. നമുക്കറിയാം, ആദ്യമായി കൊണ്ട് റസൂൽ അവതരിച്ച സൂറത്തുകൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ അവതരിച്ച മാസമാണല്ലോ റമദാൻ, അതുകൊണ്ടാണ് നോമ്പെടുക്കുന്നത്. ഇനി നമ്മൾ ഖുർആനിലേക്ക് നമ്മൾ ആദ്യം ഇഖ്റ ആണ് അവതരിപ്പിച്ചത്, നമുക്കറിയാൻ പറ്റും. അതായത് റമദാനിൽ അവതരിച്ചത് ഇഖ്റ ആണ്. പിന്നെ അടുത്ത കുറച്ചു കാലം പിന്നെ ഖുർആനൊന്നും അവതരിച്ചിട്ടില്ല. പിന്നെ അവതരിപ്പിക്കുന്നത് ഇതുപോലെയുള്ള സൂറത്തുകളാണ്. ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. ഞാൻ പറയുന്നത്, ഈ റമദാനിൽ നമുക്ക് ഇഖ്റ കിട്ടി. ഇനി അടുത്തത് റമദാൻ കഴിഞ്ഞ ഉടനെ അടുത്ത ആയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അടുത്ത ആയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. പലതും നമ്മൾ ശീലിച്ചു. നമ്മൾ പ്രതിജ്ഞ എടുക്കുക, ഇൻഷാ അല്ലാഹ് ഈ റമദാൻ കഴിയുന്നതോട് കൂടിയിട്ട് പ്രത്യേകിച്ച് നമസ്കാരങ്ങൾ ഞാൻ കാണിച്ചിരുന്ന സൂക്ഷ്മത ഉണ്ട്. സുന്നത്തെടുക്കുന്നത് കാണിച്ചിരുന്ന സൂക്ഷ്മത, ഖിയാമുൽ ലൈൽ പങ്കെടുക്കാനുള്ള സൂക്ഷ്മത. ചില ആളുകളൊക്കെ പറയലുണ്ട്, നോമ്പ് തുറ സൽക്കാരത്തിന് പോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഖിയാമുൽ ലൈൽ നട്ടൂല, ഇശന്റെ ജമാഅത്ത് നഷ്ടപ്പെടും. ഞാൻ പറയുന്നു, ഇതേ ശ്രദ്ധ തന്നെ റമദാന് ശേഷവും ഇത്തരം കാര്യങ്ങളിൽ തുടർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചാലും മതി. റസൂൽ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. നിങ്ങൾ എന്നും ആരാധനകളും അനുഷ്ഠാനങ്ങൾ എന്നല്ല, നിങ്ങളെന്നും ആരാധന അനുഷ്ഠാനങ്ങൾ. നമുക്കറിയാലോ, റസൂലിന്റെ അടുത്ത് വന്നിട്ട് 2-3 പേര് വന്നിട്ട് റസൂലിന്റെ സ്വഭാവം, പെരുമാറ്റം, ജീവിതമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ റസൂൽ അവിടെ അല്ല. അപ്പൊ സ്വന്തം ഭാര്യയോട്, ആയിഷ റളിയല്ലാഹു അൻഹയോട് വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഓൽക്കനെ തോന്നുകയാണ്, ഞങ്ങള് ഇത്രയൊന്നും ചെയ്താൽ പോരാ, കുറച്ചുകൂടിയൊക്കെ ചെയ്യണം. അപ്പോൾ ഓല് തീരുമാനിക്കുകയാണ്, റസൂലിനെ വിവരക്കറിഞ്ഞപ്പം, ഞങ്ങൾ ഇനി രാത്രി ഉറങ്ങാനല്ല, രാത്രി ഞങ്ങൾ ഉറങ്ങും. വേറെ ആൾ പ്രതിജ്ഞ എടുത്ത്, ഞാൻ ഇനി പകലിൽ എന്നും നോമ്പായിരിക്കും. മറ്റൊരാൾ പ്രതിജ്ഞ എടുത്ത്, ഇനി എനിക്ക് ഇങ്ങനത്തെ ദാമ്പത്യം, കുട്ടികൾ, കുടുംബജീവിതം അതൊന്നുമില്ല, വിവാഹം കഴിക്കൊന്നുമില്ല. അവർ പ്രതിജ്ഞ എടുത്തിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂൽ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് പറഞ്ഞു, ഇങ്ങനെ 3 ആളുകൾ വന്നിരുന്നു, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ പ്രതിജ്ഞ എടുത്ത് പോയിട്ടുണ്ട്, ഇനി ഇന്നും നോമ്പാണ്, എല്ലാ ദിവസവും നോമ്പ്, രാത്രി ഇനി ഉറക്കന്നല്ല, അതുപോലെ തന്നെ കുടുംബ ദാമ്പത്യ ബന്ധങ്ങളൊന്നുമില്ല. റസൂലുള്ള പറഞ്ഞ്, അള്ളാന്റെ ദീൻ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളതാണ്,
ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും അള്ളാഹിന്റെ ദീന് നമുക്ക് ഏൽപ്പിച്ചിട്ടില്ല. ഒരു ഭാരമുള്ള സംഗതി ഇതിലില്ല. എന്നിട്ട് പറയാണ് റസൂൽ, ഞാൻ രാത്രി ഉറങ്ങുന്നുണ്ട്, ഞാൻ രാത്രി നിസ്കരിക്കുന്നുണ്ട്, ഞാൻ പകലിൽ നോമ്പെടുക്കുന്നുണ്ട്, നോമ്പെടുക്കാത്ത ദിവസം എനിക്കുണ്ട്, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്. ആരെന്റെ സുന്നത്ത് പിന്തുടർന്നോ അവരാണ് എൻ്റെ വഴിയിലുള്ളത്. ആരെന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നോ അവരാണ് നേർവഴിയിലുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ഇതുപോലെ തന്നെ സന്തുലിതമായ ഒരു ജീവിതം നമുക്കുണ്ടാവണം. ചിലതിൻ്റെ താളം തെറ്റും. റമദാൻ കഴിയുന്നതോട് കൂടിയിട്ട് ഇനി എനിക്ക് എന്ത് സുന്നത്ത്, എന്ത് ഖിയാമുൽ ലൈൽ, എന്ത് ഖുർആൻ പാരായണം, നമ്മൾ കഴിയുമെന്ന് തെളിയിച്ചു. ഒരു കാര്യം ഒരു 2-3 ദിവസം തന്നെ തുടർച്ചയായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ചില ആൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് കുറെ ആൾക്കാർ, ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ ജിമ്മിൽ പോയിട്ട് ഭയങ്കര ആവേശത്തിലാണ് പോകും. എന്നിട്ട് പൈസയൊക്കെ കൊടുക്കും, ഒരു മാസത്തേക്കുള്ള ഫീ ഒക്കെ ഒന്നായിട്ടാണ് അടക്കും. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് പറയാം, ഇത് എനിക്ക് നടക്കൂല, ഇത് എനിക്ക് നടക്കൂല. കാരണം അതിന്റെ ഒരുപാട് രീതികളൊക്കെ പിന്നീട് തുടർത്തണം, നേരത്തെ കാലത്ത് എത്തണം. ചില ആളുകളുണ്ടാവും മോർണിംഗ് വാക്ക് രാവിലെ തന്നെ, ഇനി നാളെ മുതൽ എക്സസൈസ് ഒക്കെ ഒന്ന് ഉഷാറാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ പോയിട്ട് നല്ല അതിനുള്ള ബൂട്ടും സോസും ഇതൊക്കെ വാങ്ങിയൊക്കെ വരും. 2 ദിവസം നടന്നിട്ട് പറയാം, ഇഷാത്ത് പഞ്ഞ് ശരിയാവില്ല. കാരണം നമ്മൾ തന്നെ കാരണം കണ്ടെത്തും. പക്ഷെ റമദാനിൽ നമ്മൾ ചിലത് ശീലിപ്പിച്ചിട്ടുണ്ട്. 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 4 ദിവസമല്ല, ഒരാഴ്ചയല്ല, 2 ആഴ്ചയല്ല, 3 ആഴ്ചയല്ല, നമ്മൾ ശീലിച്ചു. ഖുർആൻ പാരായണം ചെയ്യാത്ത എത്ര ആളുണ്ട് ഇതിൽ? ഒരാളും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് പറ്റും എന്ന് നമ്മൾ തെളിയിച്ചു. ഇനി നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ പിടിക്കും. അള്ളാഹ് നമ്മളെ പിടിക്കും. 1 പേജല്ല, 2 പേജല്ല, ഒരു ദിവസം ഒരു 10-20 പേജ്. ചില ആളുകളൊക്കെ സന്തോഷത്തിൽ മുഖം ഇങ്ങനെ പ്രസന്നമാണ്. എന്താ കാരണം എന്നറിയോ? നോമ്പിനനുസരിച്ച് കൊണ്ട് തന്നെ ഖത്തം തീർക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷം. നല്ല കാര്യമാണ്. ഇപ്പൊ നമുക്ക് കഴിയുമെന്ന് നമ്മൾ ശീലിച്ചല്ലോ. ഇഞ്ഞെങ്ങാനും ഖുർആന്, എന്ത് ഖുർആൻ, ഞാൻ എൻ്റെ ഫോണിലേക്ക് ഖുർആന്റെ ഏറ്റവും നല്ല ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു റമദാൻ 1-ന്. ഇനിയിപ്പോ ഇതില് ഇതൊക്കെ കുറയുമ്പോ ഞാൻ ആദ്യം ഒഴിവാക്കണ ആപ്പ് അതാ, ഖുർആന്റെ റിമൂവ് ആയിട്ടോ ചെയ്യും. ഇനിയിപ്പോ ഖുർആനൊന്നും വേണ്ട, എല്ലാവരും പുതിയ മുസാഫൊക്കെ വാങ്ങി, ഇനിയിപ്പോ അത് എടുത്തേക്കാം. പക്ഷെ നമ്മൾ ചോദിക്കണത് നമ്മളോട് നമ്മൾ നടത്തുന്ന ധിക്കാരം, അള്ളാനെ കളിയാക്കാൻ. ഇപ്പൊ നമ്മൾ തീരുമാനിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒറ്റയ്ക്ക് എന്നിട്ട് തീരുമാനിക്കണം. അതിനർത്ഥം വെറും ഇതിന് വേണ്ടിയിട്ട് എന്നുള്ളതല്ല, സന്തുലിതമായിട്ടുള്ളൊരു ജീവിതം. ഖുർആൻ പാരായണം ചെയ്യാത്തൊരു ദിവസം എനിക്ക് ഉണ്ടാവില്ല. ഖുർആൻ പാരായണം ചെയ്യാത്തൊരു ദിവസം എനിക്ക് ഉണ്ടാവില്ല. ദൈനംദിന ജീവിതത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒന്ന്. അതുപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക, പ്രത്യേകിച്ച് സുബഹിന്റെ നമസ്കാരം. നമുക്ക് അള്ളാന്റെ മുമ്പിൽ റസൂൽ വിചാരണക്ക് വെക്കുമ്പം ഒരു ഉദുറും പറയാൻ പറ്റാത്ത നിസ്കാര സുബഹി. എന്തുകൊണ്ട് സുബഹിക്ക് ജമാഅത്തിനെത്തിയില്ല എന്ന് ചോദിച്ചാൽ, അസറിനെത്തിയില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഉണ്ടാവും. ലൊഹറിന് എന്തുകൊണ്ട് എത്തില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവും. പീടി അടക്കാൻ പറ്റിയില്ല. അടക്കാൻ നേരത്തെ ഒരാളോട് വന്നു. ഇപ്പൊ കസ്റ്റമറെ നിരുത്സാഹപ്പെടുത്താൻ പറ്റൂല. അപ്പോൾ ലൊഹറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. അസർ എന്തേ? അസർ ഞാൻ യാത്രയിലായി, മഗ്രിബിനോട് എത്താൻ പറ്റില്ല. അപ്പോൾ ഇതിന് നിസ്കാരം കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കിട്ടില്ല. പക്ഷെ സുബഹിക്ക് എന്താ പറയുക? ഉറങ്ങിപ്പോയി എന്ന് പറയാൻ പറ്റും. ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഉണരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ 3 മണിന്റെ കളിക്ക് നമ്മൾ ഉണരുന്നുണ്ടല്ലോ. 1 മാസം നീണ്ടു നിൽക്കുന്ന കളിക്കും കറക്റ്റ് നമ്മൾ ഉണരും. പിന്നെ എന്താ സുബഹിക്ക് നമ്മൾ പറയാം? ഒന്നുമില്ല പറയാം. അതുകൊണ്ടാണ് 90-ാമത്തെ വയസ്സിൽ, ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ, 90-ാമത്തെ വയസ്സിൽ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. ആരാ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു? ജന്മനാ കണ്ണ് കാണാത്തവനാണ്. ജന്മനാ കണ്ണ് കാണാത്തവൻ. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു റസൂലിന്റെ മുഅദ്ദിന, ബാങ്ക് കൊടുക്കുന്ന ആളായിരുന്നു. 90 വയസ്സ് ജീവിച്ചു. 90-ന്റെ മുകളിൽ. 90 ആയപ്പോൾ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂൽ ഒരു ഇളവ് വേണം. എന്തിനാ ഇളവ്? ഒന്നുമില്ല റസൂലെ, വയസ്സായിട്ടുണ്ട്. വയസ്സ് ഇപ്പോൾ 90 ആയല്ലോ. അറിയാലോ, 90 വയസ്സ് എന്ന് പറഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരാൾ വേണം, വടി വേണം, സ്റ്റിക്ക് വേണം, ഒരു സഹായം അല്ലാതെ നീങ്ങാൻ പറ്റും. പിന്നെ മാത്രമല്ല, അല്ലാതെ റസൂലെ കണ്ണിന് കാഴ്ചയില്ല. അപ്പൊ എനിക്ക് ഒറ്റ ഇളവ് ഞാൻ ചോദിക്കുന്നുള്ളൂ, സുബഹിക്ക് പള്ളിക്ക് എത്തുന്നതിന് ഒരു ഇളവ് കിട്ടും. അബ്ദുല്ലാഹിബ്നു മക്തൂം റളിയല്ലാഹു അൻഹു റസൂൽ ചോദിച്ചു, ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ആ ബാങ്ക് കേൾക്കാറുണ്ട്.
അങ്ങനെയാണെങ്കിൽ അബ്ദുല്ലാഹിബ്നു മക്തൂം നിങ്ങൾ പള്ളിയിൽ എത്തണം, നിങ്ങൾ പള്ളിയിൽ എത്തണം. ഒരു ഉദറും പറയാൻ കഴിയാത്തതാ സുബഹി. 30 ദിവസം നമ്മൾ തെളിയിച്ചു, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നീക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നു. ഇനി ചൊവ്വാൽ ഒന്നോട് വരുമ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തെ സുബൈക്ക് തന്നെ നമുക്ക് നീക്കുക എന്ന് പറയുന്നത് അടങ്ങാറ്. സുബൈക്ക് നീക്കുക എന്ന് പറയുന്നത് അടങ്ങാറ്. നമ്മളെങ്ങനെയാണ് ഈ അതിഥിയെ സ്വീകരിച്ച് എന്തും പറഞ്ഞിട്ടാ റമളാനെ നമ്മൾ വിട ചൊല്ലിയത്? നമുക്കറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ എപ്പോഴും പറയലുണ്ട്, ഫലസ്തീനിൽ ഹമാസിനെ കുറിച്ച് പറയലുണ്ട്. ഹമാസ് അവർ നടത്തുന്ന ഒരു പ്രതിരോധമുണ്ട്, ഒരു പോരാട്ടമുണ്ട്. അത് എവിടുന്ന് കിട്ടുന്നതാണ്? അത് അവർ ജീവിതത്തിൽ അവർ കാണിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക്, നമസ്കാരത്തിനും ഖുർആൻ പാരായണത്തിനൊക്കെ കാണിക്കുന്ന ഒരാവേശത്തിൽ നിന്നാണ് നീതിക്ക് വേണ്ടിയുള്ള സയനിസത്തോടുള്ള പോരാട്ടത്തിന് ഊർജ്ജം കിട്ടുന്നത്. ഹമാസ് രൂപീകരിച്ചതാരാ? ഷെയ്ഖ് അഹമ്മദ് യാസീൻ 1987 രൂപീകരിച്ചത്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഒരു രൂപീകരിച്ച ഒരാൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല, ചടുലതയോടുകൂടി നടക്കുന്ന മനുഷ്യൻ, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആള്. നിങ്ങൾ ആരും ഷെയ്ഖ് അഹമ്മദ് യാസീൻ നടക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ടാവില്ല. ഷെയ്ഖ് അഹമ്മദ് യാസീന് കൈയുയർത്തി ഇങ്ങനെ സംസാരിക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ടാവില്ല. വളരെ ചെറുതായിട്ട് ഇങ്ങനെ നാവ് ഇങ്ങനെ അനക്കുന്ന സംസാരിക്കുന്ന ഫോട്ടോ കണ്ടിട്ടുള്ളൂ. ശിരസ് മാത്രം ചലിക്കുന്ന ഒരു മനുഷ്യൻ. തന്നെ 20-25 വയസ്സിൽ ഒരു ക്ഷതം വന്നിട്ട് ശരീരം തളരാൻ തുടങ്ങി. 87 ഹമാസ് രൂപീകരിക്കുമ്പം തല മാത്രമേ ചലിക്കുള്ളൂ, വേറെ ഒന്നും ചലിക്കൂല. ഈ മനുഷ്യനെ 2004 മാർച്ച് 22 ഇസ്രായേൽ ബോംബിട്ടുകൊണ്ട് കൊല്ലുന്നുണ്ട്, രക്തസാക്ഷിത്വം വരിച്ചു. അത് എവിടുന്നാന്ന് അറിയാം നിങ്ങൾക്ക്? അദ്ദേഹത്തിന് അന്ന് പ്രായം 83 വയസ്സാണ്. എവിടുന്നാന്നറിയോ? സുബഹ് നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ അലയിക്കണം. ഇസ്രായേലിന് അറിയാം, സിയോണിസ്റ്റിന് അറിയാം ഇവരെവിടെ ഉണ്ടാവുക. ഇപ്പൊ ഷെയ്ഖ് അഹമ്മദ് യാസീനെ കൊല്ലാൻ പറ്റുന്ന സമയം എപ്പോഴാന്ന് ചോദിച്ചാൽ, അദ്ദേഹം വീടിന്റെ തൊട്ടടുത്ത പള്ളിയിൽ സുബൈക്ക് വരും, സുബഹ് നമസ്കാരം കഴിഞ്ഞിട്ട് വീൽ ചെയർമേൽ ഇറങ്ങും. നടക്കുകയല്ല കേട്ടോ, വീൽ ചെയർമേൽ. എന്തിനാ 83 വയസ്സായ ഒരു മനുഷ്യൻ സുബൈക്ക് പള്ളിയിൽ പോകണം? മുട്ട് മടങ്ങൂല, നടക്കാൻ പ്രയാസം, ഓൾറെഡി തളർന്ന് പക്ഷാഘാതം വന്നിട്ട് എല്ലാം തളർന്നു പോയൊരു മനുഷ്യൻ. ഇതാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. ഇതാണ് അള്ളാഹിനോടുള്ള ഇഷ്ടം. നമ്മൾ നെഞ്ചത്ത് കൈവച്ചിട്ട് നമ്മൾ പറയണം, റമളാനിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ദിവസം ആരംഭിക്കുന്നത് ഇങ്ങനെയായിരിക്കും. എന്ത് വില കൊടുത്തിട്ടാണ് എന്നെ കൊണ്ട് കഴിയും, ഞാൻ തെളിയിച്ച് 1 മാസം കൊണ്ട് തെളിയിച്ച്. ഇനി നമ്മൾ ഉറപ്പ് കൊടുക്കുകയാണ്. അതാണ് നമ്മൾ വിട പറയുന്ന റമളാന് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ഓഫർ. നമ്മൾ പറയല്ലോ, ഒരു അതിഥി വന്നിട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ അങ്ങോട്ട് സന്ദർശിക്കാം, ഇത്തവണ നിങ്ങൾ ഇങ്ങോട്ടാണല്ലോ വന്നത്, അങ്ങനെ ഒരു ഓഫർ നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ വന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, എൻ്റെ വീട്ടിലുണ്ടായ സാധനമാണ്, അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണല്ലോ. നമുക്ക് എന്താ റമളാന് തിരിച്ചു കൊടുക്കാനുള്ളത്? നമ്മളിൽ നിന്ന് അതിഥിയായി വന്ന് 1 മാസം നമ്മളോടൊപ്പം എല്ലാത്തിനും ഉണ്ടായ ഈ റമളാന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്താ കൊടുക്കാനുള്ളത്? കൊടുക്കാനുള്ള ഒരു ഓഫർ ഇതാ. നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറച്ച് ശീലമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ തുടർത്താൻ പോവാണ്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിമ്പറിൽ കയറിയപ്പോൾ റസൂൽ പ്രാർത്ഥിച്ച പോലെ, ഇങ്ങനെ 1 മാസം കിട്ടിയിട്ട് നോമ്പിനെ പ്രയോജനപ്പെടുത്താത്തവരുണ്ട് എങ്കിൽ ശപിക്കട്ടെ എന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പം റസൂൽ ആമീൻ എന്ന് പറഞ്ഞതുപോലെ ആ നിർഭാഗ്യവാന്മാരെ നമ്മൾ പെട്ടു. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ മുമ്പിൽ ഒരു 4-5 ദിവസം കൂടി ഉണ്ടല്ലോ. ഈ 4-5 ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം അവസാനല്ലേ, ഇത്രയൊക്കെ മതി. നോമ്പിൻ്റെ ദിവസം ഉണ്ടല്ലോ, അവസാനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവും. അവസാനമാണ് ശ്രദ്ധിക്കേണ്ടത്. 25 രാവ് 27 രാവ് നമുക്കുണ്ട്. ഈ അവസാനം നന്നാക്കുക എന്നുള്ളതുണ്ട്. എല്ലാത്തിൻ്റെ അവസാനമാണ് ഏറ്റവും പ്രധാനം. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ. എപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ. അല്ലാഹു എൻ്റെ ആയുസിൻ്റെ അവസാനം നന്നാക്കി തരട്ടെ. വഖൈറ അമലി ഖവാത്തിമ. എൻ്റെ പ്രവർത്തനങ്ങളിൽ, ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ചതിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു നിനക്ക് ഇഷ്ടമുള്ളതിൻ്റെ അവസാന ആയുസിൽ ഞാൻ ചെയ്തതാവണം. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാക ഫീ. അല്ലാഹു എൻ്റെ ദിവസങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ദിവസം, എൻ്റെ ദിവസങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ദിവസം ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നൊരു ദിവസം, ആ ദിവസമാക്കണം. ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നൊരു ദിവസമാക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ദിവസം.
എൻ്റെ ജീവിതത്തിന്റെ ഞാൻ പ്രവർത്തിച്ചതിന്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളാണ്. എൻ്റെ ആയുസ്സിന്റെ ഏറ്റവും നല്ലത് അവസാന ഘട്ടങ്ങളിൽ ഞാൻ ആയുസ്സിലൂടെ പോയതാവണം എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പൊ അവസാനം ഇനി എന്തെങ്കിലും ആവട്ടെ എന്നുള്ളതല്ല, ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആവേശം. 10-25 നോമ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആവേശം. കാരണം എന്താ വെച്ചാൽ റസൂൽ അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട്. നോമ്പിനൊരു ഒരുക്കമുണ്ട്. ആ നോമ്പിന്റെ ഒരു ഒരുക്കം എന്നതുപോലെ തന്നെ റസൂൽ ഒരുങ്ങിയിട്ടുണ്ട് 20 കഴിഞ്ഞാലുള്ള ഒരു 10 ദിവസത്തിൽ. അതിന് റസൂൽ അതെങ്ങനെ ഒരുങ്ങിയത്? 3 കാര്യങ്ങളാണ് റസൂൽ ആ ഒരുക്കം ഏർപ്പാടാക്കിയത്. ഒന്ന് അഹിയല്ലേ, രാത്രിയെ ജീവിപ്പിക്കാം. രാത്രി ജീവിപ്പിക്കാം. ആ രാത്രി ജീവിപ്പിക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഖുർആനിലൂടെ ഉള്ളൊരു ജീവിതം, പ്രാർത്ഥനയുടെ ഒരു ജീവിതം. രണ്ടാമത്തത് റസൂൽ ഒരുങ്ങിയെന്ന് വെച്ചാൽ ഐക്കല്ലാഹില, ഞാൻ മാത്രം പോരാ, എൻ്റെ കുട്ടികളും കുടുംബവും ഭാര്യയും ഇണയും ഭർത്താവും ഒക്കെ ഉണ്ടാവണം. കുടുംബത്തെ വിളിച്ചുണർത്തുന്ന റസൂൽ എങ്ങനെയായിരുന്നു എന്നറിയാം. റസൂൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പം റസൂലിന്റെ പത്നിമാരാരെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവരെയും കൂടി കൂട്ടും. എന്നിട്ട് ഉറങ്ങാൻ അവർ പ്രയാസപ്പെട്ടെങ്കിൽ റസൂൽ എന്നെ വെള്ളം എടുത്തിട്ട് മുഖത്തേക്ക് ഇങ്ങനെ തെളിക്കും. എന്നിട്ട് ഇങ്ങനെ പറയല്ലോ അംഫുസക്കും വഹലീക്കും നാറ എന്നുള്ള ആയത്ത് കേട്ടിട്ടില്ല ആയിഷ എന്നിങ്ങനെ ഭാര്യമാരുടെ പേര് വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കും. അപ്പോൾ റസൂലിന്റെ കൂടെ അവരും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കും. ഐക്കല്ലാഹില അതിനു വേണ്ടിയിട്ട് ഒന്നും കൂടി തുണിയെ കണ്ട് മുറുക്കി എടുത്തിട്ട് അവസാനത്തെ നാളുകളിൽ എനിക്കൊന്നും ഉഷാറാക്കണം. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഇനിയും ഉയരാത്ത കരങ്ങളുണ്ടെങ്കിൽ, ഇനിയും അള്ളാഹുവിലേക്ക് ഉയരാത്ത കരങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ് അവസാനത്തെ ഈ നാളുകൾ എന്ന് പറയുന്നത്. അവസാനത്തെ ഈ നാളുകൾ എന്ന് പറയുന്നത് അതിഥി നമ്മളിൽ നിന്ന് പോവുകയാണ്. അപ്പോഴല്ല അതിഥി അവസാനത്തെ ഒരു ദിവസം ഉണ്ടല്ലോ, ഏറ്റവും നല്ല മുന്തിയ വിഭവങ്ങൾ വെച്ചിട്ട് അതിഥിയെ നമ്മളോട് യാത്ര അയക്കുന്നതിൻ്റെ മുമ്പ് അതിഥിക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് അതിഥിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. അതുപോലെ തന്നെ ലാ തഖ്നതു മിർ റഹ്മത്തില്ല, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ധാരാളം നമ്മൾ കേട്ടത്. എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, ഇനി എന്തെങ്കിലും ഉണ്ടോ മനസ്സിൻ്റെ ഉള്ളിൽ? എന്തെങ്കിലും ഉണ്ടോ അവശേഷിക്കുന്നത്? പറയാൻ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക രംഗത്തുള്ള പറഞ്ഞിട്ടുണ്ട്, ധാർമ്മിക രംഗത്തുള്ള പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വഭാവ പെരുമാറ്റത്തിൽ വന്നത് പറഞ്ഞിട്ടുണ്ട്, എല്ലാം അള്ളാഹിനോട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഇനി ആലോചിക്കണം, എന്തെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും എൻ്റെ മനസ്സിൻ്റെ എവിടെയെങ്കിലും കിടക്കണം എന്തെങ്കിലും പറയാൻ വിട്ടുപോയത്. റമദാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിയില്ല. അതുകൊണ്ട് ഇനിയുള്ള ആഴ്ച എന്തായാലും വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പറയണം. ഓർമ്മയിലേക്ക് വന്നു, ഞാൻ അവനായിട്ട് എന്തോ കുറച്ച് മുമ്പ് കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എവിടെയോ താമസിച്ചപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പഠനകാലത്ത് ജോലി സ്ഥലത്ത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വിട്ടുപോയ സമയത്ത് താമസിച്ചപ്പോൾ എൻ്റെ കൂടെ താമസിച്ചോടോടായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോഴും മനസ്സിലുണ്ട്, ഇപ്പോഴാ ഓർത്ത്. അപ്പോ അത് ഓർമ്മ വന്ന സമയത്ത് തന്നെ എടുത്ത് പറയാൻ അല്ലാ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അധ്വാനത്തിൽ, എൻ്റെ സമ്പത്തിൽ, എൻ്റെ ഡെപ്പോസിറ്റിൽ എന്തോ എവിടെയോ ഒരു ഹറാമിൻ്റെ അംശം കലർന്നു കൂടിയിട്ടുണ്ടായിരുന്നു. ഇതാ എനിക്കിപ്പോൾ ബോധ്യം വന്നു, ഇതാ പറയാനുള്ളൊരു അവസരം. അങ്ങനെ എന്തുണ്ടെങ്കിലും അള്ളാഹിൻ്റെ മുമ്പിൽ പറയാനുള്ളൊരു ദിവസം കൂടി ഇതാണ് നമ്മുടെ മുമ്പിൽ, 4-5 ദിവസം കൂടി. പ്രിയപ്പെട്ടവർ, നന്നായിട്ട് നമ്മളൊന്ന് ആലോചിക്കാം. എന്നിട്ട് ശാന്തമായിട്ട് ഒറ്റയ്ക്കിരിക്കാം. എന്നിട്ട് പറയാ, റമളാന് ശേഷം എൻ്റെ ഒരു ജീവിതം, റമളാന് ശേഷം എൻ്റെ ഒരു ജീവിതം കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തെ ഏറ്റവും സുന്ദരമായിട്ട് നേരിടാൻ നമുക്ക് കഴിയണം. നമുക്കറിയാൻ പറ്റും, ഭൗതികതയിലേക്ക് വീണു പോകുന്ന സാഹചര്യമാണ് ചുറ്റിലുള്ളത്. എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് വീഴുക നമുക്കറിയില്ല. അതുകൊണ്ട് നല്ല സൂക്ഷ്മത. നമുക്കറിയാൻ പറ്റില്ല, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് നോമ്പ്. നോമ്പ് റമളാനിലാണ് ഖുർആൻ ഇറങ്ങിയ മാസം. പക്ഷെ നോമ്പ് എന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ. എന്താ തഖ്വ? അത് നമ്മൾ മനസ്സിലാക്കി, ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അൽ ഖൗഫു മിൻ ജലീൽ, അല്ലാഹനെ ഭയപ്പെടാം. നോമ്പിന് മാത്രം പോരാ, മയ്യത്ത് കാണുമ്പോൾ മാത്രം പോരാ, ഖബർ കാണുമ്പോൾ മാത്രം പോരാ. ഏത് സന്ദർഭത്തിലും അൽ ഖൗഫു മിൻ ജലീൽ, അല്ലാഹുവിനെ ഭയപ്പെടുക. രണ്ടാമെന്ന് പറഞ്ഞു വൽ അമലു ബിത്തൻസീൽ, അല്ലാഹ് ഇറക്കിയത് കൊണ്ട് ജീവിക്കുക, അല്ലാഹ് ഇറക്കിയത് കൊണ്ട് ജീവിക്കുക. മൂന്നാമത് പറഞ്ഞു വൽ ഖനാഅതു ബിൽ ഖലീൽ, സ്വാർത്ഥന്മാരാവാതെ, ആർത്തി കൂടാതെ, ഭൗതികന്മാരാവാതെ, ഭൂമിയോട് ഒട്ടിപ്പോവാതെ അല്ലാഹ് എനിക്ക് നൽകിയ അനുഗ്രഹാശിസ്സുകളുണ്ട്. ആ അനുഗ്രഹാശിസ്സുകളിൽ അള്ളാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തി
അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അതിമനോഹരമായ ഒരു ജീവിതം നയിക്കുക. നാലാമത് പറഞ്ഞു ഇസ്തിഇദാദുൽ യൗമിർ റഹീൽ, നിന്റെ അവസാന മരണയാത്രക്ക് വേണ്ടിയിട്ട് നീ ഒരു ഒരുക്കം നടത്തുക. ഇതാണ് തഖ്വ. ലഅല്ലകും തത്തഖൂൻ, ഈ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. അപ്പൊ നമുക്ക് കിട്ടേണ്ടുന്നത് അതാണ്. അങ്ങനെ മുത്തഖികളായിട്ട് നമുക്ക് വേണ്ടിയിട്ട് മാത്രം റബ്ബ് ഒരുക്കി വെച്ച റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. എന്തൊരു പ്രയോഗ ഖുർആന്റെ. സ്വർഗത്തിൽ ഇങ്ങനെ വാപ്പിയും മക്കളും പേരക്കുട്ടികളും സന്താനങ്ങളും എല്ലാവരും ഇണതുണകളും ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ അണിയായിട്ട് ഇങ്ങനെ പോവാണ്. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ ഇപ്പുണ്ടാവും, ആ ഇപ്പാന്റെ പിന്മുറക്കാരായിട്ടുള്ള ദുരിയാത്തുകൾ ഉണ്ടാവും, മക്കളുണ്ടാവും. മാലാഖമാരെ അവരോട് പറയും സലാമുൻ അലൈക്കും ബിമാ സബർതും. സ്വർഗവാതിലേക്കാണ് പ്രവേശിക്കുമ്പം അള്ളാഹുവിന്റെ മാലാഖമാർ നിങ്ങൾക്ക് അഭിവാദ്യം, നിങ്ങൾക്ക് സലാം എന്ന ആശീർവാദങ്ങളോട് കൂടിയിട്ട് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കും. അതിൽ ഉൾപ്പെടാൻ കഴിയുക പറയുന്നത് പ്രിയപ്പെട്ടവരെ നോമ്പുകാർക്കുള്ളതാണ് റയ്യാൻ എന്ന കവാടം. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നമ്മൾ ഉണ്ടാവണം. പടച്ച റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ നമ്മളിൽ നിന്ന് ഇങ്ങനെ അതിവേഗത്തിൽ വിട വാങ്ങുകയാണ്. അള്ളാഹുവെ, ജീവിതത്തിന്റെ ഒരു പക്ഷേ അവസാനത്തെ റമളാനിലായിരിക്കാം ഞങ്ങളുള്ളത്. അള്ളാഹുവെ, ഞങ്ങളോട് ഇനി കരുണ കാണിക്കണേ തമ്പുരാനെ. ഈ റമളാനിൽ ഞങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ധാരാളം അമലുകളുണ്ട്, ഒരുപാട് അമലുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു, ഇതൊക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, റമളാനിന് ശേഷമുള്ളൊരു ജീവിതം നിന്നെ പേടിക്കുന്ന, നിന്നെ ഭയപ്പെടുന്ന മുത്തഖികളെ പോലെയുള്ള ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു ഞങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹു, പിശാചിന്റെ ഷെറിൽ നിന്ന്, പൈശാചികമായ വൃത്തികേടുകളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പരിശുദ്ധ റമളാനിന്റെ ഏതാനും ദിനങ്ങൾ കൂടി ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. അള്ളാഹുവെ, ഈ റമളാനിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയണേ തമ്പുരാനെ. ആഫിയത്ത് നൽകണേ തമ്പുരാനെ, ആരോഗ്യം നൽകണേ തമ്പുരാനെ, ദീർഘായുസ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, ഈ നോമ്പുകാർ, ചില നോമ്പുകാർ ഞങ്ങളുടെ കൂട്ടത്തിൽ നിർഭാഗ്യവാന്മാരാണ്. അള്ളാഹുവെ, ആ നിർഭാഗ്യവാന്മാർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനെ. ഞങ്ങൾക്ക് അനുകൂലമായി നോമ്പ് സാക്ഷ്യപ്പെടുത്തുന്ന വിധത്തിൽ നാളെ പരലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും അവശരാണ്, രോഗികളാണ്, വൃദ്ധരാണ്. അള്ളാഹു, അവരോട് നീ കരുണ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾക്ക് മുമ്പേ നിന്റെ സന്നിധാനത്തിലേക്ക് യാത്ര പോയ ആളുകളുണ്ട്. ഞങ്ങളുടെ ഉപ്പ, ഉമ്മ, ഞങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന പല ആളുകൾ, ഞങ്ങളുടെ ഇണകൾ, അവരുടെയൊക്കെ മുഖം ചിലപ്പം റമളാനിന്റെ നാളുകളിൽ ഞങ്ങളുടെ ഓർമ്മയിലേക്ക് വരും. അവരോടൊപ്പം നോമ്പ് തുറന്നത്, അവരോടൊപ്പം ഇഫ്താർ കൂടിയത്, അവരോടൊപ്പം നോമ്പുകാലം ചെലവഴിച്ചത് എല്ലാം ഞങ്ങളുടെ ഓർമ്മയിലേക്ക് ഇങ്ങനെ വരും. അവരിന്ന് ഖബറിടത്തിലാണ്. അള്ളാഹു, അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. നാളെ അള്ളാഹുവെ, നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളോട് നീ കരുണ ചെയ്യണേ തമ്പുരാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.